ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. എവിടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി? ജൂലൈ 20 മുതൽ തുടങ്ങിയതാണ് വർഷകാല സമ്മേളനം. 21-ന് പാർലമെന്റിന് മുന്നിലേക്ക് പ്രതിഷേധിച്ച യുവാക്കൾക്ക് നേർക്ക് പെല്ലറ്റും ആണിതറച്ച ലാത്തി കൊണ്ടുള്ള പ്രയോഗം നടന്നിട്ട് ഇന്നേക്ക് കൃത്യം 21 ദിവസമാകുന്നു. വിദ്യാർത്ഥികളെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കാൻ ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രിയാണോ? ആഭ്യന്തരമന്ത്രി അറിയാതെ നടന്ന മർദ്ദനമാണെങ്കിൽ അമിത്ഷായുടെ കെടുകാര്യസ്ഥതയല്ലേ വ്യക്തമാകുന്നത്? ജനതയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പാർലമെന്റിലേക്ക് അയച്ചവർ ജനത്തെ വെല്ലുവിളിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ചോദ്യം ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചു എന്ന പരിഹാസ്യ പ്രതികരണം സമൂഹമാധ്യമത്തിലിട്ട പ്രധാനമന്ത്രിയും പാർലമെന്റിലേക്ക് എത്തിയിട്ടില്ല. തീവ്രവാദികൾ കണ്ടാൽ വിറയ്ക്കുന്ന അമിത്ഷായുടെ മറുപടി പ്രതിപക്ഷം താങ്ങില്ല എന്ന വീരവാദം മുഴക്കുന്ന കിരൺ റിജിജു ഇന്ന് പറയുന്നു അമിത്ഷാ വരുമെന്ന്. എന്ന് വരുമെന്നാണ്. പാർലമെന്റിൽ തന്റെ ഓഫീസിലെത്തിയിട്ടും ജനത്തോട് മറുപടി പറയാൻ ആർജവം കാട്ടാതെ ഒളിച്ചിരിക്കുന്ന അമിത്ഷാ പുറത്തു വരണമെന്ന് പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. പതിവ് വിട്ട് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അമിത്ഷായോട് പറയണമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടും മറുപടിയില്ല. അയോധ്യ കൊള്ളയിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും അടിയേറ്റ ഭരണപക്ഷം മറുപടികൾ നൽകണ്ടേ? എവിടെ മറുപടി എന്നതാണ് ചോദ്യം. മുൻ എംപിയും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാജു പി നായർ കോൺഗ്രസ് പ്രതിനിധി, ഡോക്ടർ കെ ജെ പ്രസാദ് ഭരത് നിരീക്ഷകൻ, ശ്രീ ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. ശ്രീ രാജു പി നായർ, പാർലമെന്റിൽ ഇപ്പോൾ 16 ദിവസത്തേക്കെങ്കിലും ഈ അവധി ഒഴിവാക്കി കഴിഞ്ഞാൽ 16 ദിവസമെങ്കിലും പാർലമെന്റ് സമ്മേളിച്ചിട്ടുണ്ട്. ഇതുവരെ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയും എത്തിയിട്ടില്ല, ആഭ്യന്തരമന്ത്രിയും എത്തിയിട്ടില്ല. ഇത് പ്രതിപക്ഷത്തെ ഭയന്നാണോ അതോ ജനത്തെ ഭയന്നാണോ? എന്താണ് കരുതുന്നത്? അല്ല, ഇവര് ജനങ്ങളെയും പ്രതിപക്ഷത്തെയും ഭയക്കുന്നു എന്നുള്ളൊരു വാദം എനിക്കില്ല. കാരണം അത്തരത്തിൽ ജനങ്ങളെയും ജനാധിപത്യത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ ഭയക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഭയക്കുന്ന അവരാണെങ്കിൽ ഇത്രമാത്രം ജനവിരുദ്ധമായ നിലപാട് എടുക്കില്ലായിരുന്നു. അപ്പം ഇത് ഭയമല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറഞ്ഞതിലേക്ക് ഈ സർക്കാരിന് എത്തിപ്പെടേണ്ടത് ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും ദുരഭിമാനത്തെ വല്ലാതെ ഹർട്ട് ചെയ്ത, വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. ഈ ഏകാധിപതികൾക്ക് അത്തരത്തിലുള്ള പരാജയം നേരിട്ടാൽ അവർ ഭ്രാന്തമായ മനസ്സായി മാറും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മൾ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഏകാധിപതികളുടെയൊക്കെ സ്വഭാവവിശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒളിച്ചോടും. അങ്ങനെ ഒളിച്ചോടിപ്പോയി ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏകാധിപതികളുടെ രീതി. അതേ രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ കോംപ്ലക്സിനകത്ത് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങുകൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടും പാർലമെന്റ് സെഷനിലേക്ക് വന്ന് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ല എന്നുള്ളത് ജനാധിപത്യത്തെ എത്രമാത്രം അവഹേളിക്കുന്നതാണെന്നും ഈ ജനാധിപത്യത്തെ തെല്ലും ഞങ്ങൾ വകവയ്ക്കുന്നില്ല എന്നുള്ള. കാരണം ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ചർച്ചയ്ക്ക് വന്നാൽ ചിലപ്പോൾ ഒളിച്ചോടി പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒളിച്ചോടി പോകാൻ വരുന്ന, അല്ലെങ്കിൽ ഒരു വാക്കിന്റെ വൈദഗ്ധ്യമൊന്നും ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. ഇപ്പം നരേന്ദ്രമോദി, ഞാനത് വലിയ രീതിയിലുള്ള ചർച്ചകൾ പാർലമെന്റിലുള്ളപ്പോഴും ആ ഉന്നയിക്കപ്പെടുന്ന ജനങ്ങളുടെ വിഷയങ്ങളിൽ പെടാതെ ചരിത്രത്തിലേക്കും നെഹ്റുവിലേക്കും അല്ലെങ്കിൽ മറ്റതിലേക്കൊക്കെ പോയി അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും പ്രകോപനങ്ങളും സൃഷ്ടിച്ച് ആ തരത്തിൽ നിന്ന് മാറാനും അതിനുശേഷം അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം നടത്തിയെന്ന് പ്രചരിപ്പിക്കാനൊക്കെ കഴിവുള്ള സംഘടനാ സംവിധാനവും ഒരു എന്താ പറയുക പ്രൊപ്പഗാൻഡ മെഷീനറിയൊക്കെ ഉള്ള പാർട്ടിയാണ് ബി ജെ പി. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ദുരഭിമാനത്തിന് ഏറ്റവും മുറിവും, രണ്ട്, ഈ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെയും പാർലമെന്ററി സിസ്റ്റത്തെ ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിലയുമില്ല, പുല്ലുവില പോലും ഞങ്ങൾക്കില്ല എന്ന് തെളിയിക്കുന്നതിന് തുല്യമാണ്. ജനങ്ങൾ, ഈ കുട്ടികൾ സമരം, ഞാൻ ചോദിക്കട്ടെ, ഇത് കേവലം പ്രതിപക്ഷത്തിന്റെ പ്രശ്നമാണോ? ഈ പേപ്പർ ചോർച്ചയുമായിട്ടുണ്ടായ വിവാദത്തിൽ അല്ലെങ്കിൽ പേപ്പർ ചോർച്ച ഉണ്ടായതുകൊണ്ട് രാജ്യത്തെ ഏകദേശം 8.5 കോടി വിദ്യാർത്ഥികളാണ് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ബാധിച്ചിട്ടുള്ളത്. ആ 8.5 കോടി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ നേതൃത്വം, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് എന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിലപാട്, അതിൽ എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാമെന്നുള്ള ചോദ്യം അവരുടെ മുന്നിൽ നിൽക്കുകയല്ലേ. ഇത്രമാത്രം വലിയൊരു തലമുറയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ, ഈ രാജ്യത്തിന്റെ അടുത്ത തലമുറയെ വന്ധ്യംകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിനും അവർ ഈ പ്രയത്നത്തിനൊന്നും
യാതൊരു വിലയും കിട്ടാതെ അവരുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന നടപടിയെടുക്കുന്ന ഈ സർക്കാരിൽ നിന്ന് എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഉറ്റുനോക്കുന്ന ഒരു ജനതയോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് ശരിയാണ്. ഇത് വളരെ വ്യക്തമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിന് ഉത്തരം കഴിയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതിന് പാർലമെന്റിനെ മുഴുവനായിട്ട് അത് റദ്ദ് ചെയ്യുക. പാർലമെന്റ് വെറും ഏതാണ്ടൊക്കെ ബിസിനസ് നടക്കാനുള്ള സ്ഥലം മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ ഇതിനകത്തൊന്നും അക്കൗണ്ടബിൾ അല്ല എന്നുള്ള ഒരു ധ്വനിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങളിൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഈ പരീക്ഷാ പേപ്പർ ലീക്ക്, അവരുടെ സമരത്തിനെതിരായിട്ട് നടന്ന ആക്രമണം, അതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ള ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഇവർ മറുപടിയായിട്ട് പറയേണ്ടതുണ്ട്. ഈ നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യം, ഈ കുട്ടികൾക്കെതിരെ നടന്ന പോലീസിന്റെ അതിക്രമം, അത് ആഭ്യന്തരമന്ത്രിയുടെ അറിവോടുകൂടിയാണോ? തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. കാരണം ഡൽഹി പോലീസ് നേരിട്ട് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവിടെ RAFന്റെ കയ്യിലിരിക്കുന്ന പ്രത്യേക അനുമതിയോട് മാത്രം ഉപയോഗിക്കേണ്ട, കാശ്മീരിൽ പലപ്പോഴും തീവ്രവാദികൾക്കെതിരെയോ അതല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ തദ്ദേശീയരായിട്ട് ഉള്ളവർ ഒരു ആക്രമണത്തിലേക്ക് പോകുമ്പോൾ മാനുഷിക വിരുദ്ധമായി ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യം ഈ രാജ്യത്ത് നിലനിൽക്കുകയല്ലേ. അതിനെ സംബന്ധിച്ച് കമ്മീഷണർ, ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കപ്പെട്ടു സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭത്തെ നേരിടുന്നതിനു വേണ്ടി ലാത്തിയിൽ ആണിയടിച്ചു വന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. കാരണം അതെല്ലാം മറുപടി പറഞ്ഞാൽ ഒരു സമാധാനപരമായ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടത്തിയത് ഈ രാജ്യത്തെ സർക്കാർ തന്നെയാണ്, ഭരണകൂടം തന്നെയാണ്, പോലീസ് തന്നെയാണ് എന്ന് സ്ഥാപിക്കപ്പെടും. ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതുകൊണ്ട് അവർക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടി വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പാർലമെന്റ് ഡെമോക്രസിയെ മുഴുവനായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന, അണ്ടർമൈൻ ചെയ്യുന്ന ഒരു നടപടിയാണ്. ശരി, ഡോക്ടർ കെ ജയപ്രസാദ്, ഈ ഭരിക്കുന്നവർക്ക് ഭരിക്കപ്പെടുന്നവരോടുള്ള ബാധ്യത എന്താണ്? ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ജനം ചോദിക്കുന്നു, ഇവിടുത്തെ യുവാക്കൾ ചോദിക്കുന്നു. അവിടെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ഏത് രൂപത്തിലാണ്, എത്രത്തോളം മനുഷ്യത്വരഹിതമായിട്ടുള്ള മാർഗങ്ങളാണ് അവിടെ പ്രയോഗിച്ചത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ മറുപടി നൽകേണ്ടതല്ലേ? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം എന്ന് പറയുന്നത് ഡൽഹിയിൽ നടന്ന നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് CJP എന്നുള്ള ഒരു പുതിയ ജനകീയ യുവജനങ്ങളുടെ പ്രസ്ഥാനം, ജെൻസി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന, അവർ നടത്തിയ ഒരു വലിയ സമരം. ആ സമരം ഏതാണ്ട് ജൂൺ 28 മുതൽ ജൂലൈ 20 വരെ സമാധാനപരമായ സമരമായിരുന്നു. അതിനുശേഷം അവർ നിരോധിത മേഖലയിലേക്ക് കുട്ടികളുടെ മാർച്ച് ഉണ്ടാകുന്നു, പോലീസ് അതിക്രമം ഉണ്ടാകുന്നു. 24-ാം തീയതി അതിന് നിരാഹാര സത്യാഗ്രഹം നടത്തിയിരുന്ന സോനം വാങ്ചുക്ക് കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സമരം അവസാനിപ്പിച്ചു. 26-ാം തീയതി, 25-നും 26-നും കുട്ടികളുമായിട്ടുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിൽ 26-ന് മന്ത്രി രാജിവെച്ചു. അന്ന് 3 ഡിമാൻഡുകളാണ് CJP മുന്നോട്ട് വെച്ചത്. ആ 3 ഡിമാൻഡും പൂർണ്ണ രൂപത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഈ സമരത്തിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ജൂൺ 18 മുതൽ ജൂലൈ 8-ാം തീയതി വരെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ആ തരത്തിൽ ഇന്ത്യൻ പ്രതിപക്ഷം പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് CJP വരുന്നത്. അപ്പോൾ അതായത് വിദ്യാർത്ഥികൾ പോലും ഉന്നയിക്കാത്തൊരു വിഷയമാണ്. വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കേസുകൾ പൂർണ്ണമായിട്ടും പിൻവലിക്കുക, വിദ്യാർത്ഥികൾക്കെതിരെ. അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. ഇവിടെ വിഷയം എന്ന് വെച്ചാൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യം നീറ്റ് വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ഡേയിൽ ഗവൺമെന്റ് മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. കാരണം സ്വേച്ഛാധിപത്യ സമീപനം, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനം അധികാരത്തിലെത്തിയവരാണ് അല്ലേ? പ്രതിപക്ഷം അവർ ന്യൂനപക്ഷമായി വന്നതുകൊണ്ട് അവർ പ്രതിപക്ഷമായി മാറുന്നു, ബാക്കി ഭൂരിപക്ഷമുള്ളവർ ഭരിക്കുന്നു. 2 കൂട്ടരെയും അവിടേക്ക് പാർലമെന്റിലേക്ക് അയച്ചത് ഇവിടുത്തെ ജനമാണ്. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ? ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഏത് രൂപത്തിൽ തല്ലിച്ചതച്ചു? ലാത്തി കൊണ്ട് അടിച്ചതിനെ കുറിച്ച് മാത്രമല്ല ഈ ചോദ്യം. ലാത്തികളിൽ ആണികൾ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. ചെറിയ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. പെല്ലറ്റ് ഉപയോഗിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? അറിയണ്ടേ? ജനത്തിന് അറിയണ്ടേ? അത് CJP അംഗങ്ങളും ഒക്കെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ട ആ 3 ചോദ്യങ്ങളിലില്ല എന്ന് വെച്ച് ഈ ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ മറുപടി പറയേണ്ട എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രാജ്യസഭാ അധ്യക്ഷൻ ആഭ്യന്തരമന്ത്രി വരാൻ ഒന്ന് പറയണം എന്ന് പാർലമെന്ററി കാര്യമന്ത്രിയോട് പറഞ്ഞത്?
അല്ലെ, തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അതിന് ആദ്യം വേണ്ടത് പാർലമെന്റ് നടപടിക്രമങ്ങൾ നിയമം അനുസരിച്ച് നടക്കണം. ഇവിടെ നമ്മുടെ പാർലമെന്റിന്റെ അവസ്ഥ എന്താണ്? ഈ 18ാം പാർലമെന്റിന്റെ ഇതുവരെയുള്ള പ്രൊഡക്ടിവിറ്റി തന്നെ 28% താഴെയാണ്. അത് 17ാം പാർലമെന്റിലും അതുപോലെ 47% പ്രൊഡക്ടിവിറ്റി. അതിനു മുമ്പ് അതായത് നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 80%-നടുത്തോളം പാർലമെന്റ് വർക്ക് ചെയ്ത ഒരു സമ്മേളനം ഒരു പീരീഡായിരുന്നു. പക്ഷേ BJP പ്രധാന പ്രതിപക്ഷമായിരുന്ന 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ പാർലമെന്റ് പ്രൊഡക്ടിവിറ്റി 87%-ആയിരുന്നു. രണ്ടാം UPA സർക്കാർ ആകുമ്പോഴത്തേക്കും അത് 62%-ആയി കുറഞ്ഞു. കാരണം ഒരുപാട് അഴിമതി ആരോപണങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായി. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമാണല്ലോ. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ടിവിറ്റിയിൽ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒന്നും പങ്കില്ല. അവര് വരണ്ടേ? ഉണ്ടാക്കാൻ അവർ വരണ്ടേ? അല്ല, ചർച്ച ഉണ്ടാകുമ്പോഴാണ് ഇപ്പൊ ഞാൻ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടവർ പറയാതെ സഹമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുകയും ബില്ലുകൾ അവതരിപ്പിക്കുകയും അല്ലല്ലോ വേണ്ടത്. ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കേണ്ട ബില്ല് ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കണം, സഹമന്ത്രി പാർലമെന്ററി നടപടിക്രമങ്ങൾ അനുസരിച്ച് ക്വസ്റ്റ്യൻ അവർ ആണല്ലോ ആദ്യം വരുന്നത്. അതിനനുസരിച്ച് 0 അവർ വരുന്നുണ്ട്. നമ്മുടെ പാർലമെന്റ് ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. എനിക്ക് താല്പര്യമുള്ളത് എൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ വളരെ മുന്നേ തന്നെ ഇതിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമ്മുടെ പാർലമെന്റ് നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ അമിത്ഷാ പാർലമെന്റിൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരുന്നുണ്ട്. കാരണം പാർലമെന്റിൽ നടപടിക്രമങ്ങൾ നടക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ നീറ്റ് വിഷയം ഉൾപ്പെടെ പാർലമെന്റിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ നോക്കൂ, ഓഫീസിൽ പോയി ഫയലുകൾ ഒപ്പിടാൻ ഇവിടെ ഉദ്യോഗസ്ഥരും ഉണ്ടല്ലോ. പാർലമെന്റ് സമ്മേളനം നടക്കുന്നില്ലല്ലോ. ശ്രീ ജയപ്രസാദ്, അല്ല, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സമൂഹ മാധ്യമത്തിലൂടെ പറയുന്ന എല്ലാ ജനങ്ങൾക്ക് കേൾക്കണ്ട. പാർലമെന്റിൽ മറുപടി പറയണം, ചോദ്യങ്ങളുണ്ട്. ആരാണ് ഈ ഉത്തരവിട്ടത്? ആരാണ് ഈ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ ജനവിരുദ്ധമായ രീതിയിൽ മനുഷ്യത്വ വിരുദ്ധമായ രീതിയിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയെന്ന് അറിയണ്ടേ? ആഭ്യന്തരമന്ത്രി അറിയാതെയാണോ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക, പെല്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? അതിന്റെ തോന്നൽ എന്താണ്? അല്ല, നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകുന്നതിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലത്തെ റോളുണ്ട്. ഞാൻ പാർലമെന്ററി വ്യവസ്ഥ നല്ലവണ്ണം പഠിച്ച് എൻ്റെ ഒരു വിഷയമായതുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ പഠിച്ച ഒരാളാണ്. അതിൽ പ്രതിപക്ഷത്തിനും പ്രധാന റോളുണ്ട്. അത് ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ നന്ദി പ്രമേയത്തിന് മറുപടി പറയാനായിട്ട് അല്ലെങ്കിൽ അതിന് പ്രധാനമന്ത്രിക്ക് കഴിയാതെ അത് പാസ്സാക്കേണ്ട സാഹചര്യം 2026 ഫെബ്രുവരി, അതായത് കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനം നടക്കുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് വിഷയങ്ങൾ ഉയർത്താനും സമരം നടത്താനും ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനും ഒക്കെ അതിനുള്ള അവകാശമുണ്ട്. അതിന് ഏറ്റവും ഉന്നതമായ ബോഡി എന്ന് പറയുന്നത് പാർലമെന്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ പാർലമെന്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും വിഷയം ഇപ്പോൾ ഏതാണ്ട് 52% MP ഈ 18ാം പാർലമെന്റിൽ 52% MP ആദ്യമായിട്ട് ലോകസഭ കാണുന്നവരാണ്. അവർക്കാർക്കും അവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കേരളത്തിൽ പോയിട്ടുള്ള MP പോലും കേരള വിഷയങ്ങൾ റേസ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കൂക്ക് വിളിക്കുന്നിടത്ത് മാത്രമാണ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ നടക്കുന്നത് ഇപ്പം നമ്മുടെ ജെൻസികൾ ഈ പാർലമെന്റിനെ ഇപ്പോൾ ആരാ ശ്രദ്ധിക്കുന്നത്? കാരണം ഇത് ലോകസഭാ നടപടികൾ തുടങ്ങുമ്പം തന്നെ അവസാനിക്കുകയാണ്. അവിടെ നമ്മൾ പാർലമെന്റ് നടപടിക്രമങ്ങൾ ഒരു ദിവസമെങ്കിലും പൂർണ്ണ രൂപത്തിൽ നടത്തുമ്പോഴും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വന്നില്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാനുള്ള യോഗ്യതയുണ്ട്. ഇവിടെ അത് നടക്കുന്നില്ല. ഞാൻ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നില്ല. പാർലമെന്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അവിടെ ആരും കൂക്കില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട അല്ലാത്തവർ പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ കൂക്കും വിളിയൊക്കെ ഉണ്ടാകും. അങ്ങയുടെ സങ്കല്പത്തിലെ പാർലമെന്റ് കൈകെട്ടി ചുണ്ടത്ത് വിരൽ വെച്ചിരിക്കുന്ന അച്ചടക്കത്തോടുള്ള പ്രതിപക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ വരാം. അല്ല, അങ്ങ് പറഞ്ഞു വരുന്നത് ഈ ദിവസങ്ങൾ ചേർന്ന ദിവസങ്ങളും ഫലപ്രദമാകാതെ പോയി എന്ന് പറയുമ്പോൾ ബില്ലുകൾ പാസ്സാക്കുന്നുണ്ടോ? പ്രതിപക്ഷമൊന്നും വേണമെന്നില്ല, ആ രൂപത്തിൽ അങ്ങ് ബില്ലുകൾ പാസ്സാക്കി പോകുന്നുണ്ട്. അത് നല്ല സൗകര്യമായിട്ട് എടുക്കുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ പാർലമെന്റിൽ മറുപടി പറയേണ്ടത് പാർലമെന്റിൽ തന്നെ മറുപടി പറയേണ്ടതല്ലേ? ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ നിങ്ങൾ പ്രതിഷേധിച്ചത് കുഴപ്പമില്ല, ഞാനിതാ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണം നമ്മൾ കാണുകയാണ്. എത്ര പരിഹാസ്യമാണത്! അതോടൊപ്പം ആഭ്യന്തരമന്ത്രി ഇതാ 21 ദിവസമായി എങ്ങനെയാണ് ഈ പെല്ലറ്റ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഈ ആണി വെച്ചുള്ള ലാത്തി ഉപയോഗിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ചെറിയ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളടക്കം അവിടെ CJPക്ക് പിന്തുണയുമായി തീരുന്നു. അവരെയൊക്കെ മർദ്ദിച്ച് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അവർക്ക് പരാതിയില്ലല്ലോ
എന്ന വാദം എങ്ങനെയാണ് നിലനിൽക്കുക? അത് ഒരു ഗവൺമെൻറ് ഓഫീസ് പോലെയോ അല്ലെങ്കിൽ വിദ്യാലയം പോലെയോ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല പാർലമെൻറ്റ്. ആണ്ടിൽ പരിമിതമായ ദിവസങ്ങളിൽ മാത്രമാണ് പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് ചട്ടങ്ങൾക്ക് വിധേയമായി ധാരാളം ബിസിനസ് അവിടെ നടക്കാറുണ്ട്, നടക്കേണ്ട സ്ഥലവുമാണ്. അതിനെല്ലാം പുറമെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരിക്കുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു തരത്തിലുള്ള ഒരു ദേശീയ കുറ്റവിചാരണയ്ക്കുള്ള സ്ഥലം കൂടിയാണ് പാർലമെൻറ്റ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിചാരണ ചെയ്യുന്നു, ഉത്തരം ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ലോകത്തിലെ നമ്പർ 1 ഡെമോക്രസി എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പാർലമെൻറ്റ് പ്രവർത്തിക്കേണ്ടത് ഈ രീതിയിലാണോ എന്ന ചോദ്യമുണ്ട്. പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബോഫോഴ്സിൻ്റെ പേരിലൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷുബ്ധാവസ്ഥ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ രാജീവ് ഗാന്ധിക്ക് തന്നെ നേരത്തെ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്നത് അങ്ങേയറ്റം നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായ പാർലമെൻ്ററി സ്ഥാപനത്തോടും സംവിധാനത്തോടും വിശ്വാസവും കൂറും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാത്ത കുട്ടി മറ്റു കുട്ടികളുടെ പരിഹാസം ഭയന്ന് അല്ലെങ്കിൽ അധ്യാപകനെ ഭയന്ന് ക്ലാസ്സിൽ കയറാതെ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ കരുത്തനായ സർവശക്തനായ ഒരു ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രിയേക്കാൾ കരുത്തനാണ്, അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് വരാൻ കഴിയുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റ് മന്ദിരത്തിലുണ്ട്, പാർലമെൻറ്റിന് തൊട്ട് അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പാർലമെൻറ്റിനകത്ത് കയറുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലും അസൗകര്യത്തെ ഭയന്ന് വിട്ടുനിൽക്കൽ ആകണമെന്നില്ല. അങ്ങനെ അസൗകര്യത്തെ ഭയന്ന് മാറി നിൽക്കുന്നവരല്ല നരേന്ദ്രമോദിയും അമിത്ഷായും. അവരുടെ ഉദ്ദേശം ഈ പാർലമെൻ്ററി സ്ഥാപനത്തിൻ്റെ മൂല്യം, വില അത് ഇടിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക്, ഈ പാർട്ടിക്ക്, BJPക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. അവർക്ക് വേണ്ടത് ജനാധിപത്യമാണെങ്കിൽ അമേരിക്കൻ മാതൃകയിലുള്ള പ്രസിഡൻഷ്യൽ രീതിക്ക് വേണ്ടി പരസ്യമായി വാദിക്കുന്നവരാണ് അവർ. അപ്പോൾ പാർലമെൻറ്റിൽ വിശ്വാസമില്ലാതാക്കുക, പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം അർത്ഥരഹിതമാണ് എന്ന് തെളിയിക്കുക, ഈ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊള്ളും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അത് അവരുടെ ഒരു ലോങ് ടേം പ്ലാനിൻ്റെ ഭാഗം കൂടിയാണ്. പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എല്ലാം ഇല്ലാതാക്കുക. അങ്ങനെയല്ലല്ലോ നമ്മുടെ ജനാധിപത്യം പടുത്തുയർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു, ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വിമർശകനാണ്. പക്ഷേ എങ്കിൽ പോലും പാർലമെൻറ്റിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ബഹുമാനം, നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിന് വിശ്വാസ്യത നൽകിക്കൊണ്ട് അതിനെ ശാക്തീകരിക്കുന്നതിൽ നെഹ്റു പ്രകടിപ്പിച്ച ഒരു ആർജവം, പാർലമെൻറ്റിൽ സമ്മേളിക്കുന്ന ദിവസങ്ങളിൽ മുഴുവൻ സമയവും പാർലമെൻറ്റിൽ ഇരുന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അന്ന് പ്രതിപക്ഷ നേതാവൊന്നുമില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന ഒരു പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ AKG പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധാപൂർവം അത് കേട്ടുകൊണ്ടിരുന്നത്, അതിന് മറുപടി പറഞ്ഞിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ പാർലമെൻറ്റ് ഇപ്പോഴത്തെ അവിടെ പുതിയ മന്ദിരമാണല്ലോ, ആർഭാടത്തോടെയുള്ള ഒരു പുതിയ മന്ദിരം സ്ഥാപിച്ച് അവിടെയാണ് പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പുതിയ മന്ദിരം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, അവരുടെ അവകാശമാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് അത് ഭരണകക്ഷിയുടെ, പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അവരുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ അതിന് പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രതിപക്ഷം കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറണം, പ്രവർത്തിക്കണം, പാർലമെൻറ്റിൻ്റെ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? അത് പ്രധാനമായും ആ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയുടേത് തന്നെയാണ്. അതിന് പ്രധാനമന്ത്രിയെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം സ്പീക്കർക്കുമുണ്ട്. അവരെല്ലാം ചേർന്നാണ് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം സുഗമമായി വിഘ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസ്ഥ സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമല്ല. അങ്ങനെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനില്ല. പ്രതിപക്ഷം പലതും ചെയ്യും, നിരുത്തരവാദപരമായി പെരുമാറി എന്നൊക്കെ, അല്ലെങ്കിൽ പാർലമെൻ്ററി
ചട്ടം അൺപാർലമെൻ്ററിയായി പെരുമാറിയെന്നൊക്കെ വന്നേക്കാം. അത് അനുവദനീയമാണ്, ആശാസ്യമാണ് എന്ന അഭിപ്രായമില്ലെങ്കിൽ പോലും അത്തരം സാഹചര്യങ്ങളെ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് ഒഴിവാക്കി പാർലമെൻറ്റ് നന്നായി പ്രവർത്തിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്. ആ പ്രധാനമന്ത്രി എവിടെ? അതാണല്ലോ ചോദ്യം. നമുക്ക് നെഹ്റുവിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഞാൻ അംഗമായിരുന്ന ലോക്സഭയിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് സഞ്ചാരമായിരുന്നു. പാർലമെൻറ്റിൽ സമ്മേളിക്കുമ്പോൾ അദ്ദേഹം ലോക സഞ്ചാരത്തിന് ഇറങ്ങും. അന്ന് അതിനെയൊക്കെ കഠിനമായി ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതല്ല. ഇപ്പോഴുള്ള അവസ്ഥ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിന് വിശദീകരണം നൽകേണ്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിന് തയ്യാറാകുന്നില്ല. ഇവിടെ ആ കുട്ടികളോട് എന്താണ് ചെയ്തതെന്നൊക്കെ ഞാനിനി കൂടുതലായി വിവരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കുട്ടികൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവർ പാർലമെൻ്ററി പ്രാതിനിധ്യമില്ലാത്തവരാണ്. അവരിൽ പലരും വോട്ടർമാർ പോലും ആയിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തങ്ങൾ തയ്യാറില്ല എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിനെയാണ് ഇവർ തള്ളിപ്പറയുന്നത്. ഈ പാർലമെൻറ്റിൽ ഒരു കാര്യവുമില്ല, അതൊരു അസംബന്ധ നാടകമാണ് അവിടെ നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കൂടി ഈ വിട്ടുനിൽക്കലിനെ. ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ലല്ലോ, പതിവിന് വിരുദ്ധമായി രാജ്യസഭയുടെ അധ്യക്ഷൻ ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒന്ന് അവിടെ അറിയിക്കണം, ആഭ്യന്തരമന്ത്രി വരണമെന്ന് പറയുകയാണ്. RSSന്റെ സർസംഘ് ചാലക് പ്രതികരിച്ചുകൊണ്ട് ഈ CJP സമരത്തെയും യുവാക്കളുടെ പ്രതിഷേധത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്ന പ്രതികരണം നടത്തുകയാണ്. അത് ജനാധിപത്യത്തിന്റെ പ്രതിഷേധ മാർഗങ്ങളാണ് സമരം, അതിലൊരു തെറ്റുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആരെയൊക്കെയാണ് ഈ രണ്ടുപേരും വെല്ലുവിളിക്കുന്നത്? ഈ മൺസൂൺ പാർലമെൻറ്റ് സെഷൻ ആരംഭിക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിട്ട് ഉണ്ടായ ചർച്ചയ്ക്ക് ഈ സെഷനിൽ, ഈ പാർലമെൻറ്റ് സെഷനിൽ പ്രധാനപ്പെട്ട പല ബില്ലുകളും വരുന്നു. ആ പൗരസമൂഹവും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ പൗരസമൂഹവും മാധ്യമങ്ങളൊക്കെ തന്നെ, ഉദാഹരണത്തിന് FCRI മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വികസിത ഭാരത് ഉന്നത വിദ്യാഭ്യാസ മത്സര ബില്ല്, ഇങ്ങനെ പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം വരും എന്നുള്ള പ്രതീക്ഷയിലും അതെന്താണ്, അതിൻ്റെ ഡിബേറ്റുകൾ എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് ഉരുതിരിയാൻ പോകുന്നത്, അത് JPCയിലേക്ക് വിടും തുടങ്ങി ഇതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ട് ആലോചിക്കുന്ന കാലമായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായിരുന്നു. ആ സമയത്താണ് നീറ്റ് പരീക്ഷാ ചോർച്ചയെ ബന്ധപ്പെട്ട് അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾ അവരുടെ ജൈവമായ രീതിയിൽ സ്വന്തം നിലയ്ക്ക് അവർ ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയും അതിൻ്റെ അകത്ത് അവർ ആഹ്വാനം ഉത്തരവാദപ്പെട്ട മന്ത്രി രാജിവെക്കുകയും സർക്കാർ ആ നിലയിൽ അതിന് മറുപടി പറയുക എന്നുള്ളതായിരുന്നു. അത് നമുക്കറിയാം. ആ സമരത്തിൻ്റെ പരിണത ഫലമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും സർക്കാർ CJPയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട കാര്യം, നമ്മളെല്ലാവരും അതിന് BJPയുടെ പ്രതിനിധികൾക്കും മറ്റവർക്കും ടിയാൻമെൻ സ്ക്വയർ പോലും ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞില്ല. ടിയാൻ സ്ക്വയർ പോലെ ഭീകരമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ലോകത്ത്. പക്ഷേ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ, ജനാധിപത്യ സമരം ചെയ്യുമ്പോൾ അവർ നേരിടുന്നൊരു മാർഗമുണ്ട്. അവർ റൈറ്റ് അല്ല നടത്തിയിരുന്നത്, അവർ സമാധാനപരമായിട്ടൊരു ഒരു ആവശ്യം ഉന്നയിക്കായിരുന്നു. ആ ആവശ്യം നമ്മുടെ മുമ്പിൽ എല്ലാവരും അംഗീകരിക്കുന്ന, ഒരുപക്ഷെ നമുക്കറിയാം മോഹൻ ഭഗവത് തന്നെ ആ സമരത്തെ അംഗീകരിക്കുന്ന സ്ഥിതിയാണത്. ആ സമരത്തെ എങ്ങനെയാണ് നേരിട്ടത്? ആ സമരത്തെ നേരിട്ടത് വളരെ പോലീസ് അതിക്രമം അഴിച്ചുവിടുന്നൊരു ഘട്ടമെത്തി. ഇവരൊന്നും രാഷ്ട്രീയ സംഘടന പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരല്ലല്ലോ. ആ അതിക്രമവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രശ്നം സമൂഹത്തിലും എല്ലാ സ്ഥലത്തും എല്ലാവരെയും വ്യക്തിപരമായിട്ട് എല്ലാവരെയും മാനസിക, അത് BJPക്കാരും അങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, എല്ലാവരെയും മാനസികമായി ഉലച്ച സംഭവമാണത്. കാരണം RAF സൈനികൻ്റെ AK-47 കണ്ടു, കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനത്തിന് കിട്ട പെല്ലറ്റിൻ്റെ ഉപയോഗം കണ്ടു, അതിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, ജനങ്ങൾക്ക് പരിക്കേറ്റു, ഇങ്ങനെ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഇതിനൊക്കെ നേരിട്ട് ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്, ഇന്ത്യയുടെ ഒരു ചെറിയ സ്ഥാനമല്ലോ, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം. സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആ സെഷനിലാണ് പാർലമെൻറ്റ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ഉത്തരവാദിത്തം എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം അത് ആര് ഭരിച്ചായിരിക്കട്ടെ, ആരാണ് ഭരിക്കുന്നതല്ല, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം സഭയിൽ ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഭരിക്കുന്നവർ എപ്പോഴും, നെഹ്റുവിൻ്റെ കാലത്ത് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും, പ്രതിരോധത്തിലായിരിക്കും. ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത തന്നെ ഭരണപക്ഷം പ്രതിരോധത്തിലായിരിക്കും, പ്രതിപക്ഷത്തിൻ്റെ ആർജവം കൂടും. അതില്ലെങ്കിൽ ജനാധിപത്യത്തിൽ എന്തോ പ്രശ്നം നടത്തും. ഭരണപക്ഷം പ്രതിരോധത്തിലാവുന്ന ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. കാരണം അവർ ഭരിക്കുന്നവരാണ്, മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. പ്രതിപക്ഷത്തിൻ്റെ ആർജവം കൂടും, പ്രതിപക്ഷം ഉന്നയിക്കും. അത് ഏത് ഘട്ടത്തിലും, അത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ, ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന ഘട്ടത്തിലും, വാജ്പേയി ഭരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ നിലയിൽ പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3 ടേം ഭരണത്തിന് വ്യത്യസ്തമായ അനുഭവം നമുക്കുണ്ട്. കാരണം
പ്രതിപക്ഷം പരമായി ദുർബലപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ദുർബലപ്പെടുകയും വലിയ തോതിൽ ഭൂരിപക്ഷ സംവിധാനം BJP ഉണ്ടാകും. BJP ഒരു അതീശത്വം ആ നിലയ്ക്ക് നേടിയതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ട, ജനാധിപത്യത്തിൻ്റെ ഈ അടിസ്ഥാന പ്രമാണങ്ങളെ ബഹുമാനിക്കേണ്ട, പ്രതിപക്ഷ നേതാവിന് സ്ഥാനം പോലും കൊടുക്കാത്ത ഘട്ടമുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു തോന്നൽ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൂടെ ആശങ്കപ്പെടേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനോട് പ്രതികരിക്കേണ്ട എന്ന് പറയുന്നത് സമീപനമാണോ എന്നുള്ള കാര്യത്തിൽ പൗരസമൂഹത്തിന് വലിയ ആശങ്കയുണ്ട്. കാരണം ഉത്തരവാദപ്പെട്ട ഒരാൾ വന്ന് മറുപടി പറയുകയും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഇതിൻ്റെ മാത്രമല്ലല്ലോ ഇതിൻ്റെ അകത്തുള്ളത്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ അത് പിന്നീട് എന്താ പറയുക, പാർലമെന്റ് എല്ലാവരും അറിയുന്ന ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും രാജ്യസഭാ അധ്യക്ഷനും അദ്ദേഹത്തോട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് സഭയിൽ വരാനും അതിനുള്ള വിശദീകരണം നൽകാനും പറഞ്ഞു. എന്താണ് വിശദീകരണം നൽകാനുള്ള പ്രശ്നം? എന്താണ്? അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുള്ള ആളാണല്ലോ. എത്രയോ പ്രധാനപ്പെട്ട ബില്ലുകൾ പൈലറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. പ്രതിപക്ഷം ചോദിക്കുന്ന മറുപടി പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് പൗരസമൂഹം ഒരു കക്ഷിരാഷ്ട്രീയ അധികമായി ചിന്തിക്കാൻ മനസ്സിലാക്കും. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾക്ക് മറുപടി വരെ ഞങ്ങൾ ബാധ്യതയില്ല. കാര്യം ഞങ്ങൾക്ക് ജനാധിപത്യത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വലിയ ആശങ്കയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മറുപടി പറയാൻ ഒന്നുമില്ല. കാരണം ഒരുപക്ഷെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ നിലവിൽ സ്ഥിതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേൽക്കൈ നിലവിൽ തന്നെ പ്രതിപക്ഷത്തിന് ഈ സംഭവത്തിന് ശേഷമുണ്ട്. നമ്മൾ അസാധാരണ ഒരു ഭൂതകാല ചരിത്രം സമീപ ഭൂതകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും മേൽക്കൈ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയൊരു ഘട്ടം ചരിത്രത്തിലില്ല. നമ്മൾ വാസ്തവപരമായി നോക്കുന്ന കാര്യം അത് വീണ്ടും മേൽക്കൈ കിട്ടുന്നൊരു ഘട്ടം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയായിരിക്കാം യഥാർത്ഥ കാരണം. പക്ഷേ അവിടെ തോൽക്കുന്നത് ആരാണ്? ജനാധിപത്യമാണ് തോൽക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പിൻബലത്തിൽ മാത്രം പ്രവർത്തിക്കണ്ടല്ലോ. അതൊരു സംവിധാനമാണ് ജനാധിപത്യം. ആ സംവിധാനം നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ടാണല്ലോ മദർ ഓഫ് ഡെമോക്രസി എന്ന് നരേന്ദ്രമോദി തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ അവിടെ മറുപടി പറയുക എന്നുള്ളത് മറുപടി പറയാൻ മാത്രമല്ല, ചോദ്യങ്ങൾ നേരിടുകയും ചോദ്യങ്ങൾ പിഴവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചിലപ്പോൾ നേരിടുന്നതിൽ കൃത്യം മറുപടി പറയാൻ പറ്റും. പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ഒരു ആഭിജാത്യമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ആഭിജാത്യം, മറ്റേ ആഭിജാത്യമല്ല. ജനാധിപത്യത്തിൻ്റെ ആഭിജാത്യം എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുകയും അതിൻ്റെ ദൃഢത ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതിൽ പാളിച്ച പറ്റുന്നത് സത്യത്തിൽ സംഭവിക്കുന്ന BJPക്ക് സംഭവിക്കുന്ന വലിയ ക്ഷീണമാണ്. നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചറിയാം. നമ്മൾ ഇതായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറച്ച് ദിവസമായി നടക്കുന്നുണ്ട്. നമ്മൾ ഈ ചർച്ചകളൊക്കെ അതിന് യൂട്യൂബിൽ പോയി കാണുമ്പോൾ ഒക്കെ കാണാൻ സാധിക്കുന്ന കാര്യം, ഒരുപക്ഷെ BJPയെ പ്രതിനിധീകരിച്ച് വരുന്നവരും അല്ലെങ്കിൽ BJPയുടെ വക്താവായി വരുന്നവരൊക്കെ തന്നെ ഇതിൽ ചോദ്യം മറുപടി പറയാൻ അവർക്ക് തന്നെ ബന്ധപ്പാടുന്ന കാര്യം, അവർക്ക് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണമല്ലോ. അവർക്ക് ബന്ധപ്പാടുണ്ട്. അവർ പറയുന്നത് ഇതിൻ്റെ സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച്, ഈ വാട്ടർ ബോട്ടറി എന്ന് വിളിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉന്നയിക്കോട്ടെ, അത് ഉന്നയിക്കാൻ സ്വാഭാവികമായിട്ട് അവർ ഉന്നയിക്കും. പക്ഷേ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല അവർക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് സംഘടനാപരമായി പോലും ആ വിവരം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ എന്താണ് CPMനും BJPയുടെയും പ്രത്യേകത, അവരുടെ ആ സംഘടന പ്രത്യേകമെങ്കിൽ മന്ത്രിമാരുടെ പുറത്ത് പോലും സംഘടനയ്ക്ക് സ്വാധീനമുണ്ടെന്നില്ല. സംഘടന പല കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഇവ സംഘടനയിലെ അപ്പോൾ സംഘടനയെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് പോലും അഭിപ്രായം പറയാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര സങ്കീർണമാണ് ഒരു കേന്ദ്രീകരണം. ആ ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല, അത് ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ആശങ്കാജനകമായിട്ട കാര്യമാണ്. അതൊരു വ്യക്തിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മാത്രം പ്രശ്നമല്ല. അത്തരം സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം എന്നുള്ളത് വാസ്തവന BJPയുടെ ഒരു അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, BJPയുടെ ഒരു പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, ഇത് അവരുടെയൊക്കെ തന്നെ അവരുടെ നേതാക്കളെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ അത്തരം അവസ്ഥ ഉണ്ടാകുന്നതിന് സ്ഥിതിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഒട്ടും ഒരു തരത്തിലുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നൊരു സമീപനമാണ് ഇതിൻ്റെ ഈ നമ്മുടെ പാർലമെൻറ്റ് സെഷൻ കഴിയുന്ന സ്ഥിതിയോടുകൂടി നമുക്ക് ഇതിന് നമ്മുടെ ആശങ്കകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാര്യം ഏത് നിലയ്ക്കാണ് ഇത് പോകുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ആകുലപ്പെടേണ്ട സ്ഥിതി ഉണ്ടായിരിക്കും. ശരി, ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ ഹിന്ദുവിൽ രാഹുൽ ഗാന്ധി എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സഭയിൽ ഖർഗെയും പറയുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഈ പെല്ലറ്റ് ആക്രമണത്തിന് ഉത്തരവിട്ട് താനാണ് എന്ന് ആഭ്യന്തരമന്ത്രി സമ്മതിക്കേണ്ടി വരും, അല്ല എങ്കിൽ ആഭ്യന്തരമന്ത്രി അറിയാതെ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അതാണെങ്കിലും ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടാണല്ലോ അവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നേരിടാൻ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ സഭയിൽ വരാത്തത് അമിത്ഷാ? അല്ല, ഉത്തരം അവർക്ക് ഒന്നിലുമില്ലല്ലോ. പേപ്പർ ലീക്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഒരു ഉത്തരവുമില്ല. 2024 പേപ്പർ ലീക്ക് നടന്നതിന് ശേഷം വലിയ ഇതുണ്ടാക്കി ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് ഞാൻ പറഞ്ഞു, സഞ്ജീവ് മുഖ്യ എന്നാണെന്ന് തോന്നുന്നു. അയാളെ അറസ്റ്റ് ചെയ്തു. 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അയാൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി. അത് കഴിഞ്ഞ് ഈ ജൻസിയുടെ വിപ്ലവം ഇപ്പം നടന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിന് തലേ ദിവസം അയാൾക്കെതിരെ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞാൽ അയാൾ വെറുതെ വിട്ടു. അപ്പോൾ ഇവർക്ക് ഉത്തരങ്ങളൊന്നിലുമില്ല. പക്ഷേ ഇത് പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങൾ ഏതോ പരാജയപ്പെട്ടു, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ദുരഭിമാനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് വരാത്തത്. നോക്കൂ, ഇവിടെ BJPക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു സഹപ്രവർത്തകൻ അദ്ദേഹം പല കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പാർലമെന്റ് നടപടിക്രമങ്ങൾ
നിങ്ങൾ പാർലമെന്റ് നടപടിക്രമങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? പാർലമെന്റിന്റെ ഏത് നടപടിക്രമം അനുസരിച്ചിട്ടാണ് ഈ GST ഉൾപ്പെടെയുള്ളത് മണി ബില്ലാക്കി കൊണ്ടുവന്നത്? ഏത് പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആർട്ടിക്കിൾ 370 ഉൾപ്പെടെയുള്ള എത്രയോ പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം ഈ അംഗങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ള സമയം പോലും കൊടുക്കാതെ, അവർക്ക് നോട്ടീസ് കൊടുക്കാതെ ഒരു ദിവസം രാവിലെ വന്ന് അവതരിപ്പിച്ച് പാസ്സാക്കി പോയിട്ടത്? ഏത് നടപടിക്രമം പാലിച്ചിട്ടാ? ഇവിടെ നടപടിക്രമങ്ങൾ അങ്ങ് പറയുകയാണ് ഇദ്ദേഹത്തിന് വരണമെങ്കിൽ പാർലമെന്റ് സമ്മേളിക്കണ്ടേ. ഇത് പണ്ടേ ആണ്ട് പറഞ്ഞ പോലെ നമ്മൾ വികസനം തടഞ്ഞ് ഞങ്ങൾ മാറിയപ്പോഴത്തേക്ക് വികസനം മുഴുവൻ കൊണ്ടുവന്നു. ചോദിച്ചപ്പോൾ എന്താ തടസ്സം ഉണ്ടാക്കുന്ന ഞങ്ങൾ തന്നെയാ എന്ന് പറയും. എന്തുകൊണ്ടാണ് പാർലമെന്റ് പ്രക്ഷുബ്ധമായിരിക്കുന്നത്? അമിത്ഷായും നരേന്ദ്രമോദിയും പാർലമെന്റിലേക്ക് വരാത്തതുകൊണ്ടാണ് പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അത് പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് വരാത്തത്. ഇത്രയൊക്കെ ചർമ്മബലം എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമാണ്. പിന്നെ നിങ്ങൾ പറയുകയാണ് ഈ പാർലമെന്റ് ഇങ്ങനെ സ്തംഭിപ്പിക്കാൻ പാടുണ്ടോ? ഈ 2013 ഓഗസ്റ്റ് 23 മുതൽ ഓഗസ്റ്റ് 31 വരെ പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ട് 2013 ആണോ 12 ആണോ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മൻമോഹൻ സിംഗ് നാം സബ്മിറ്റിന് വേണ്ടിയിട്ട് ഇറാനിൽ തെഹ്റാനിൽ പോയി പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ അന്ന് കോൾ അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ നിൽക്കുന്ന സമയമാണ്. 13 ദിവസമാണ് ഈ രാജ്യത്തെ പാർലമെന്റ് BJP പരിപൂർണമായി സ്തംഭിപ്പിച്ചു. എന്തേ? നിങ്ങൾക്ക് മറുപടിയില്ലേ? ഇതിന് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ രീതിയാണ്, അതൊരു അസാധ്യതയാണ് എന്ന് പറഞ്ഞത് അങ്ങ് ഇന്ന് ന്യായീകരിക്കുന്ന BJPയുടെ നേതാവ് അരുൺ ജെയ്റ്റ്ലിയാണ്. പാർലമെന്റ് സ്തംഭനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ് എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? നിങ്ങൾ എന്താണ് ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? ജെൻസി ഇത് ജെൻസി കൃത്യമായിട്ട് ഇത് കണ്ടതുകൊണ്ടും നിങ്ങളുടെ ഈ പറയുന്ന ഈ ഫേക്കായിട്ട് ഉണ്ടാക്കുന്ന നെറേറ്റീവിൽ നിന്ന് അവർക്ക് വസ്തുതകൾ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് അമിത്ഷായ്ക്ക് പാർലമെന്റിലേക്ക് വരാൻ പറ്റാത്തത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത് ഈ രാജ്യം കണ്ടൊരു വലിയ വിപ്ലവം നടത്തിയത് ഇല്ലേ? ഈ അമിത്ഷായ്ക്ക് ഇതിനകത്ത് ഡയറക്ട്ലി റെസ്പോൺസിബിൾ അല്ലേ? ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണ്. ആ റെസ്പോൺസിബിലിറ്റി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പെല്ലറ്റ് ഗൺ മാത്രമാണോ? പെല്ലറ്റ് ഗണ്ണിന്റെ വിഷയമുണ്ട്, ലാത്തി ആണിയടിച്ചു കൊണ്ടുവന്നു, വിദ്യാർത്ഥിനികളുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തി കൊണ്ട് കുത്തി ഇല്ലേ? വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തി കൊണ്ട് കുത്തി. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആ സമരരംഗത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ വെറുതെ ആക്രമണത്തിനൊന്നും അല്ലാതെ വെറുതെ നിൽക്കുന്ന കുട്ടിയെ ഓടിച്ചെന്ന് കരണത്തടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥ വേറൊരു കുട്ടിയുടെ കരണത്തടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഒരു കുട്ടിയെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഗ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് ഈ ലൈംഗിക അവയവങ്ങളെ പോലും നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ലൈംഗികതയെ പോലും ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യം അധപ്പതിച്ചിട്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് വന്നിട്ട് മറുപടി പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ BJP ഒക്കെ ഈ ചർച്ചകളിലേക്കൊക്കെ വരാത്തതിന്റെ കാര്യത അവർക്ക് തന്നെ മനസ്സിലായി. ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഇത്രമാത്രം വലിയ ചർമ്മബലത്തോടു കൂടി ഇവിടെ വന്ന് പറയുന്നത്. പിന്നെ ഈ പാർലമെന്റ് അറ്റൻഡൻസ് ബഹുമാനപ്പെട്ട ശ്രീ സെബാസ്റ്റ്യൻ പോളും കൂടി ഇവിടെ സൂചിപ്പിച്ചു പോകണ്ടേ? 73% ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പാർലമെന്റിലെ അറ്റൻഡൻസ്. 73%. മുഴുവനുള്ള ആവറേജ് എന്ന് പറയുന്നത് 80 to 81%. അപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 73% അറ്റൻഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വിദേശയാത്രയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രി എന്ന രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നരേന്ദ്രമോദി ഈ പറയുന്ന പാർലമെന്റിലെ അറ്റൻഡൻസ് എടുത്താൽ എത്രയുണ്ടാവും? പബ്ലിക് റിലേഷൻസ് ആ കണക്ക് പോലും പുറത്തുവിടുന്നില്ല. ഇപ്പൊ നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസ് കണക്ക് പോലും പുറത്തുവിടുന്നില്ല. നിങ്ങൾ ഇപ്പൊ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മൻമോഹൻ സിംഗിന്റെ അറ്റൻഡൻസ് കിട്ടും. 73%. അദ്ദേഹം രാജ്യസഭ MP ആയിട്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന മുഴുവൻ സമയവും അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസിന്റെ കണക്ക് പോലും പുറത്ത് ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ള നിലയിൽ ഇത് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോ നേരത്തെ ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് ഞങ്ങൾ പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം അവർ രാജ്യത്തിനും അവരുടെ പാർട്ടി അനുയായികൾക്കും കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന്. 2, ഇവരുടെ ദുരഭിമാനമാണ്. രാജ്യത്തിന് മുമ്പിൽ പരാജയപ്പെട്ടവരാണ് എന്നുള്ളത് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അത് ഇനി പുറത്തു വന്ന് ഞങ്ങൾ തുറന്നു പറയാനുള്ള ഭയം, അവർക്ക് ആ ദുരഭിമാനത്തിന്റെ ഭയം അവിടെയുണ്ട്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് വിജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ആവശ്യമില്ല എന്നുള്ള, കാരണം അവർക്കറിയാലോ ജയിക്കുന്ന ഒന്നും ജനങ്ങളുടെ പിന്തുണയോടെ അല്ല, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചിട്ടാണെന്ന് അവർക്ക് സ്വയം അറിയാം. പിന്നെ എന്തിനൊക്കെ കാര്യം? ഞങ്ങൾക്ക് ഭരിച്ചാൽ പോരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ട നടപ്പാക്കിയാൽ പോരെ. വന്ദേ മാതരം ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയില്ലേ ഇതിനിടയ്ക്ക്? ഇതിനിടയ്ക്ക് വന്ദേ മാതരം ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയില്ലേ? എന്താ ലക്ഷ്യം? രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ കുറച്ചു കാണിക്കണം.
രാജ്യത്തിന്റെ ദേശീയ ഗാനം ഈ രാജ്യത്തിന്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും ഈ രാജ്യത്തിന്റെ വൈവിധ്യവും പ്രതിനിധീകരിക്കുന്ന ദേശീയ ഗാനത്തെ കുറച്ച് കാണിച്ചുകൊണ്ട് ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഗാനം അതിന് മുകളിൽ പ്രതിഷ്ഠിക്കണം. അതിനുവേണ്ടി അവരുടെ അജണ്ടകൾ മുഴുവൻ പാർലമെന്ററി നടപടിക്രമം ഏറ്റവും ഇദ്ദേഹം ഊറ്റംകൊണ്ട പാർലമെന്റ് നടപടിക്രമങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ജനാധിപത്യം ഇതിന് മറുപടി കൊടുക്കും. ഇത് ഏത് രീതിയിലാണ് ഈ രാജ്യം മറുപടി കൊടുക്കേണ്ടി വരിക എന്നുള്ളതിന്റെ സൂചനയെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ സൂചന എത്രമാത്രം മുന്നോട്ട് പോകും, എത്രമാത്രം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളത് നോക്കി നിന്നാ മതി. പാർലമെന്റിൽ വരാത്തതെന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ വന്നിരിക്കുന്ന വിമർശനങ്ങൾക്ക് അങ്ങയുടെ മറുപടി എന്താണ്? ഇപ്പോൾ RSS നേതൃത്വത്തെ പോലും ധിക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ RSSലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ പോലും, ഉപദേശങ്ങൾ പോലും കേൾക്കാത്ത വിധത്തിൽ മോദിയും അമിത്ഷായും മറ്റൊരു നേതൃത്വവുമായി മാറി നിൽക്കുകയാണ്. എനിക്ക് സ്മൃതിയോടൊരു അപേക്ഷയുണ്ട്. എനിക്ക് മറ്റും 3 പേര് സംസാരിച്ചപ്പോഴും ഇടപെട്ടില്ല. എനിക്ക് സംസാരിക്കാൻ നേരത്തെയും അവസരം തന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും പറയേണ്ടത് പൂർണ്ണമായി പറയാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദയ കാണിക്കുക. ഇവിടെ നമ്മൾ കേരളത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥി സമരത്തെ നേരിടുന്ന പോലീസിനെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു വിരോധാഭാസമുണ്ട്. അതായത് ഒരു വിദ്യാഭ്യാസ വിഷയത്തിൽ സമരം നടത്തിയതിൻ്റെ പേരിൽ 5 യുവാക്കളെ വെടിവെച്ച് വന്നു. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കെ കരുണാകരൻ അന്ന് AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് 5 യുവാക്കളെ വെടിവെച്ച് കൊന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. 2011 നവംബറിലും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു നിർമ്മൽ മാധവ് എന്നൊരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുത്തതിൻ്റെ ഭാഗമായൊരു സമരത്തിൽ SFIക്കാരുടെ സമരമായിരുന്നു. അന്നും പോലീസ് ഫയറിംഗ് നടന്നു. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥയുടെ 22 മാസം എങ്ങനെയാണ് സ്വേച്ഛാധിപത്യം എന്ന് പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നേരിട്ട് അറിഞ്ഞ ഒരാളാണ്. അന്നാണ് രാജൻ എന്ന കേരളത്തിൽ ഒരു യുവാവ് കോളേജ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമരങ്ങളും പോലീസും തമ്മിലുള്ള വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. ഞാൻ ന്യായീകരിക്കുകയില്ല, ഡൽഹിയിൽ നടന്നതിന് ന്യായീകരിക്കുകയില്ല. അതിന് കുറ്റം ചെയ്ത പോലീസുകാരെ ശിക്ഷിക്കുക തന്നെ വേണം. ഇന്നും ജാർഖണ്ഡിൽ പോലീസ് അതിക്രമം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ അന്വേഷണം ഉണ്ടാവണം. പക്ഷേ ഇവിടെ മറ്റൊന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ, പാർലമെൻ്ററി നേരത്തെ BJP 13 ദിവസം സ്തംഭിച്ചെങ്കിൽ ഇന്ന് 17 ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് സ്തംഭിച്ചിരിക്കുകയാണ്. ചോദ്യോത്തര വേള പോലും അനുവദിക്കാതെ നടത്തുന്ന ഒരു ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതല്ലേ. രണ്ടാമത് BJPക്ക് ആ തരത്തിലുള്ള മേൽക്കോയ്മ ഈ പാർലമെൻറ്റിലില്ല. 240 അംഗങ്ങളാണ് BJPക്കുള്ളത്. അപ്പോൾ മറ്റ് ഘടകകക്ഷികളെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ BJP ഭരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു പാർലമെൻറ്റാണ്. അപ്പോൾ പാർലമെൻറ്റിൽ ശരിക്കും ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട നിരവധി അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പ്രതീക്ഷിച്ചത് ഈ പാർലമെൻറ്റിൽ ഏറ്റവും വലിയ സമരം നടക്കേണ്ട, ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാകുക രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കുമെന്ന് വിചാരിച്ചു. നീറ്റ് പരീക്ഷ സ്വാഭാവികമായിട്ടും വരാം. ഇതൊന്നും തന്നെ പാർലമെൻറ്റിൽ നീറ്റും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, രാമക്ഷേത്രവും ചർച്ച ചെയ്യപ്പെട്ടില്ല. ബംഗിപ്പൂരിൽ കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ്റെ മണ്ഡലത്തിൽ BJP തോറ്റ വിഷയവും ചർച്ച ചെയ്തിട്ടില്ല. ആ തരത്തിൽ ഭരണകക്ഷിയെ സഹായിക്കുന്നൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. സുപ്രധാന ബില്ലുകൾ 2014 ശേഷം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ സുപ്രധാന നിയമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാതെയാണ് പാസാക്കിയത്. അതിൻ്റെ പ്രധാന കാരണം ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രധാനമന്ത്രിക്ക് പോലും സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം നീണ്ടു പോകുമ്പോൾ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ തർക്കം വരുമ്പോൾ അല്ലെങ്കിൽ സുഗമമായി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്പീക്കർ സർവകക്ഷി യോഗം നേതാക്കളെ വിളിച്ച് ഒരു ഒത്തുതീർപ്പായിട്ട് എങ്ങനെ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചില ശ്രമങ്ങളുണ്ടാകും. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്നതിന് ശേഷം അത്തരം ഒരു സമവായവും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടത്തുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഞാൻ നിഷേധിക്കുന്നതല്ല. ഇപ്പം സ്വേച്ഛാധിപത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ നേരിട്ട് കണ്ടതല്ലേ സ്വേച്ഛാധിപത്യം. അപ്പം യഥാർത്ഥത്തിൽ ഈ പാർലമെൻറ്റിനെ നിയമപരമായി നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു പ്രതിപക്ഷത്തിനുമുണ്ട്. അതേസമയം ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും പ്രതികൂട്ടിലാക്കാനും പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിലൂടെ കഴിയും. ഇപ്പം നമ്മുടെ ചോദ്യോത്തരവേള ജനങ്ങളെ ബാധിക്കുന്ന നീറുന്ന വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽ വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും അതുപോലെ സമൂഹത്തിന്റെ ശ്രദ്ധയിലും വരുന്നത് ചോദ്യോത്തരവേളയാണ്. കഴിഞ്ഞ 17 ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ 2 സഭകളിലും ചോദ്യോത്തരവേള നടന്നിട്ടില്ല. സാധാരണഗതിയിൽ നമുക്ക് പൊതുവായ വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഈ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും. അത് ഞാൻ 10 ദിവസമാകാം, 13 ദിവസമാകാം, ഇത് 17 ദിവസമായിട്ടും
17 ദിവസം ആക്കിയത് ആരാണ്? ഡോക്ടർ കെ ജയപ്രസാദ്, അങ്ങ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്കൊന്ന് ഇടപെടുകയാണ്. നീറ്റ് അത്ര വേദനിപ്പിക്കുന്ന വിഷയമല്ല എന്നാണ് അങ്ങ് കാണുന്നത്. അങ്ങീ പറഞ്ഞ അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു അങ്ങ് ഉന്നയിച്ചിട്ടില്ല എന്ന്? അത് ഇന്ന് പോലും ഖാർഗെ അത് ഉന്നയിക്കുകയാണ്. ഇനി 3 ദിവസമേ ഉള്ളൂ പാർലമെന്റ് അവസാനിക്കാൻ, 3 ദിവസമേ ഉള്ളൂ. ഇനി എപ്പോൾ മറുപടി നൽകാനാണ്? മറുപടി നൽകാതെ ഈ തീവ്രവാദികൾക്ക് അമിത്ഷായുടെ ശബ്ദം കേട്ടാൽ വിറവരും എന്ന് പറഞ്ഞ് ഉള്ള പ്രയോഗങ്ങളൊക്കെ റിജിജു പാർലമെന്റിനകത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അത്രയും ധൈര്യശാലിയായ ഈ ആഭ്യന്തരമന്ത്രി എന്താണ് പാർലമെന്റിലേക്ക് വരാത്തത്? അവസാന ദിവസം മറുപടി പറയാനോ? ഇതെന്താ സിനിമ? നാളെ അമിത്ഷാജി പാർലമെന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്നേരം മറ്റു വിഷയം, ആദ്യം മാപ്പ് ചോദിക്കുന്നു, രണ്ടാമത് രാജിവെക്കുന്നു, പുതിയ ഡിമാൻഡുമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഗോൾ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു സമീപനമാണല്ലോ ഇപ്പൊ ജനാധിപത്യ വ്യവസ്ഥ. ഇല്ല, അത് പ്രസക്തമാണ്. ഞാൻ പ്രസക്തമാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ്. രണ്ടു കൂട്ടർക്കും ബാധ്യതയുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. ഭരണപക്ഷത്തിന്റെ ബാധ്യതയെ കുറിച്ച് ഇതുവരെ പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്ക് ഭരണപക്ഷത്തെ ന്യായീകരിക്കേണ്ട ബാധ്യതയില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആൾ തന്നെയാണ്. ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ ഉയർത്തി കാണിക്കേണ്ട റോള് പ്രതിപക്ഷത്തിനാണ്. അത് പാർലമെന്റാണ് ഏറ്റവും വലിയ വേദി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ ഏകപക്ഷീയമായ പ്രസ്താവനകളും ആരോപണങ്ങൾക്കും അപ്പുറം ശ്രീ രാഹുൽ ഗാന്ധി പോലും ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയല്ല പലപ്പോഴും ചെയ്യുക. ഏകപക്ഷീയമായിട്ട് വളരെ നീണ്ട പ്രസംഗങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടോ? അത് പെഗാസസ് ആയിക്കോട്ടെ, നിരവധി വിഷയങ്ങളായിക്കോട്ടെ, റാഫേൽ ആയിക്കോട്ടെ, മറ്റു പല വിഷയങ്ങൾ. അത് കഴിഞ്ഞിട്ട് SIR വന്നു, ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ വന്നു. ഒന്നിൽ നിന്ന് ചാടി മറ്റൊന്നിലേക്ക് പോയി നിരന്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായി. ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളും ഈ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട്. ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോകുന്ന ദിവസങ്ങൾ എണ്ണിയെടുക്കുന്നവർ പാർലമെന്റിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വരുന്ന ദിവസങ്ങൾ കൂടി എണ്ണി പറയേണ്ടതുണ്ട്. അല്ല, വോട്ടുകൊള്ളയുടെ ഒരു റിസൾട്ടാണല്ലോ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി 102 സീറ്റോടെ ജയിക്കുമ്പോഴൊക്കെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അല്ല, BJP-യിലെ 3 അംഗങ്ങൾ സഭയിലെത്തിയത് എങ്ങനെയാണെന്നാണ് അങ്ങ് പറയുന്നത്? അപ്പൊ വോട്ടുകൊള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് കേരളത്തിലേക്ക് വരുന്നോണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരായ ചർച്ചകൾക്കും വാദങ്ങൾക്കും കൂടുതൽ പ്രസക്തിയുണ്ട്. അത് യാതൊരു സംശയമില്ല. കാരണം കേരളത്തിൽ BJP-യുടെ വോട്ട് ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്. അതിന് ഞാൻ കുറ്റം പറയുന്ന ഒരാളല്ല. കാരണം വിമർശിക്കാത്ത ഒരു കേരളമാണ് നിങ്ങളുടെ സ്വപ്നം. പക്ഷേ പല മാധ്യമങ്ങളെയും അങ്ങനെ വിലക്കെടുക്കുമ്പോഴും ഇവിടെ നടന്നിട്ടില്ല ഇതുവരെ എന്നുള്ളത് പാർലമെന്റിൽ മറുപടി നൽകുമെന്ന് കിരൺ റിജിജു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുള്ള മറുപടിയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഒരുപക്ഷെ അവസാന സമയം വന്ന് മറുപടി വിശദീകരണവും നൽകിയേക്കാം. നമുക്ക് ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇപ്പോൾ നമ്മുടെ പാർലമെന്റിനോടുള്ള ഈ ഭരണകൂടത്തിൻ്റെ, പ്രധാനമന്ത്രിയുടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സമീപനം, അത് അതിനകത്തൊരു വളരെ ആഴത്തിലുള്ള ഒരു കോൺസ്പിറസി ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും ആദരണീയതയും നശിപ്പിച്ചുകൊണ്ട് ഇവർ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഒരു അവിശ്വാസ പ്രമേയം വരുമായിരിക്കാം. അവിടെയുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം, എല്ലാ വിമർശനവും നടത്താം. അവിടെ പ്രധാനമന്ത്രിക്ക് വന്ന് മറുപടി പറയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കടുംകൈകളിലൂടെയാണോ പാർലമെൻറ്റ് പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ പാർലമെൻറ്റ് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ പാർലമെൻറ്റിനെ എങ്ങനെ ആക്കിയെടുക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത് എന്ന് വളരെ സംഭ്രമത്തോടെ തന്നെ നമുക്ക് ആലോചിക്കേണ്ടി വരുന്നു. തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ രാജു പി നായർ, ഡോക്ടർ കെ ജയപ്രസാദ്, ശ്രീ ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.